ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഏപ്രിൽ 23 ചൊവ്വാഴ്ച ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മൾ മറ്റ് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്കായിട്ടുള്ള ഒരു മെസ്സേജാണ്. അതായത് കേന്ദ്രീകരിക്കപ്പെട്ട ചിന്തയും, അതായത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള ചിന്തയും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇത് ഒരു നോർമൽ തിയറി എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഇത് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ പ്രോഫിറ്റ് കിട്ടണം, നമ്മൾ ട്രേഡ് ചെയ്യണം എന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് അതിൽ നിന്നും പ്രോഫിറ്റ്, ഈ ഒറ്റ ഒരു വാക്ക് നിങ്ങൾ മനസ്സിലൊന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ സംഭവം ക്ലിയർ ആവും. എനിക്ക് പ്രോഫിറ്റാണ് വേണ്ടത്. ട്രേഡ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് പ്രോഫിറ്റ് വേണം. ട്രേഡ് ചെയ്താലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ, അത് സത്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ ഓവർ ട്രേഡിങ്ങിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇതിൽ നിന്നും ഒഴിവായി നിൽക്കാനും സഹായിക്കും. കാരണം എനിക്ക് വേണ്ടത് പ്രോഫിറ്റാണ്. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് വേണ്ടത് പ്രോഫിറ്റാണ്. എനിക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഹാപ്പിയായി, ഞാൻ മാറി നിൽക്കുക. അത് അത്രയും ഉറച്ചൊരു തീരുമാനമായിരിക്കണം. ദെൻ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമുക്ക് പ്രോഫിറ്റ് കിട്ടണം എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ മനസ്സിൽ അത്രയും തീരുമാനം എടുത്താൽ പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. കാരണം എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ ക്യാപിറ്റൽ ഡബിൾ ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ ബാങ്കിൽ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ഞാൻ ബാങ്കിൽ വെച്ചിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അത് ഡബിൾ ആവണമെങ്കിൽ FD ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 വർഷമോ 15 വർഷമോ കഴിയേണ്ടി വരും. അപ്പോൾ ഡബിൾ ആവണമെങ്കിൽ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലൂടെ നിങ്ങൾ പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ കൃത്യമായ മൈൻഡ് സെറ്റോടു കൂടിയായിരിക്കണം. നിങ്ങൾക്ക് പ്രോഫിറ്റാണ് ആഗ്രഹമെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കണം. പ്രോഫിറ്റ് കിട്ടിയാൽ പിന്മാറാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടായിരിക്കണം. ഇതാണ് ഇന്നത്തെ രാവിലത്തെ മെസ്സേജ്. ഇനി നമുക്ക് ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ, നാളെയാണ് NSEയിൽ നെക്സ്റ്റ് 50യുടെ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതലാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് വൈകുന്നേരത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ്, ഒരു ഇന്ത്യൻ കമ്പനി, ആദ്യമായിട്ട് 1 ലക്ഷം കോടി രൂപ എന്ന ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു കമ്പനിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ 1 ലക്ഷം കോടി ആസ്തിയുള്ള ഒരു കമ്പനിയാണ്. അത് ടാക്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിന് താഴോട്ട് പോകും. ടാക്സ് കൊടുക്കുന്നതിന് മുൻപേ ഉള്ള ആസ്തിയാണ് ഈ പറയുന്നത്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്താ പറയുക, ടോട്ടലി അതിൻ്റെ ഒരു റിസൾട്ട് ഒരു നല്ല റിസൾട്ട് അല്ല. ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ എല്ലാ സ്ഥലത്തും ഇത് എന്താ പറയുക, ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പല രീതിയിലാണ്. കൃത്യമായിട്ട് ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ഒരാളും ചെയ്തിട്ടില്ല. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാവരും അതായത് ഒരു കഴിഞ്ഞ 3-4 ക്വാർട്ടർ എടുത്തിട്ട് കൃത്യമായിട്ട് ഇതിനകത്ത് പ്രോഫിറ്റ് എങ്ങനെ കയറി വന്നു എന്നുള്ളത് ഒറ്റ സൈറ്റുകളിലും കാണുന്നില്ല. പലരും ഓയിലിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ജിയോയിൽ നല്ല പ്രോഫിറ്റാണ്, ഇങ്ങനെയൊക്കെ വളച്ച് പറയുന്നതല്ലാണ്ട് കൃത്യമായിട്ട് പറയുന്നത്. എന്തായാലും ഫൈനലി എനിക്ക് കിട്ടിയ ഒരു ഡാറ്റ അനുസരിച്ച് 2023 ക്വാർട്ടർ 4 നിന്നും 0.1% ഒരു ഗ്രോത്ത് മാത്രമാണ് 2024 ക്വാർട്ടർ 4 ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പരിധിവരെ ഞാൻ വായിച്ച നമ്പേഴ്സ് എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും താഴെയായിട്ടാണ് ഈ വർഷത്തെ നമ്പേഴ്സ് കണ്ടത്. പക്ഷേ അത് കൃത്യമായിട്ട്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. സോ നോക്കാം ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. തേജസ് നെറ്റ്വർക്ക്സ് ഒരു എന്താ പറയുക 146 കോടി രൂപയുടെ ഒരു പ്രോഫിറ്റാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അത് പ്രത്യേകം പറയാൻ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവർക്ക് 11.5 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. അത് 146 കോടി പ്രോഫിറ്റ് എന്നതിലേക്ക് കയറി വന്നിട്ട് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ന്യൂസ് തന്നെയാണ്. ഹാറ്റ്സൺ അഗ്രോ പ്രൊഡക്ട്സ് 109%, ഇയർ ഓൺ ഇയറിൽ 109% ഒരു പ്രോഫിറ്റാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ മിസ്റ്റർ അരുൺ ജോറ, അദ്ദേഹം ചീഫ് CTO റിസൈൻ ചെയ്തിട്ടുണ്ട് ആ കമ്പനിയിൽ നിന്നും. ദെൻ അതൊരു ചിലപ്പോൾ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ അദാനി ഓഫ്ഷോർ ഇൻവെസ്റ്റേഴ്സിൽ പ്രശ്നങ്ങളുണ്ട് എന്ന ഒരു സംഭവം സെബി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വളരെ കുഞ്ഞു ന്യൂസായിട്ടൊരു മൂലയിൽ ഉണ്ടായതാണ്, എടുത്ത് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ.
ദെൻ അത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഞാൻ കണ്ടെത്തിയിട്ടുള്ള കുറേ സംഭവ വികാസങ്ങൾ. സോ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ട് നോക്കാം. US മാർക്കറ്റ് ക്ലിയർലി സൂപ്പർ ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡോ ജോൺസ് ഒക്കെ 253 പോയിന്റ് ഗ്രീനിലാണ് കയറിപ്പോയിരിക്കുന്നത്. S&P 500 43 പോയിന്റ്സ്, നെസ്ഡാക്ക് 169 പോയിന്റ്സ് ഒക്കെ കയറിപ്പോയിട്ടുണ്ട്. എന്തായാലും അതേപോലെ യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ബുള്ളിഷ് ആയിട്ടാണ്. ഒന്നുമില്ല, അടിപൊളിയാണ്. എല്ലാവരും സൂപ്പറായിട്ടാണ് കയറിപ്പോയിരിക്കുന്നത്. നിക്കി 120 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ് 287 പോയിന്റ് ഗ്രീനിലാണ്. ഷങ്കായ് കമ്പോസിറ്റ് ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് റെഡ് ആണെങ്കിൽ കൂടി ബ്രേക്ക് ഒരു 20 പോയിന്റിന്റെ ഡിഫറൻസേ ഉള്ളൂ. അത് ഒറ്റ ചാട്ടത്തിനേക്ക് തിരിച്ച് കയറാവുന്നേ ഉള്ളൂ. STI കോസ്പി എല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി, നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഉണ്ടാക്കുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് 22,457 അവിടെ നിന്ന് 19 പോയിന്റ് താഴെയാണ് ഇന്ന് ഓപ്പണായി. 22,438 ഇന്ന് ഓപ്പണായി. ഇപ്പോൾ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 22,408 അതായത് വീണ്ടും ഒരു 30 പോയിന്റ് താഴോട്ടാണ് പോയിട്ടുള്ളത്. സോ ഓവറോൾ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ നിന്നും ഫർദർ താഴോട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 22,408 ഇന്നത്തെ ഡേ ലോ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് മാർക്കറ്റ് ഉള്ള സ്ഥലത്താണ് ഡേ ലോ വന്നിരിക്കുന്നത്. 22,445 ഡേ ഹൈ വന്നിരിക്കുന്നത്. സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഈ ഒരു രീതിയിലാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ നെഗറ്റീവ് മൂവ്മെന്റ് തരും എന്നാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നലെ ഒരു പരിധിവരെ ഗിഫ്റ്റ് നിഫ്റ്റി ഗ്രീനിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ മൂവ്മെന്റിനനുസരിച്ചല്ല നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പോയത്. നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ ഇന്ന് ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ജൂഡോ ബാങ്ക് സർവീസസ് PMI ആൻഡ് മാനുഫാക്ചറിങ് PMI, അതേപോലെ ജപ്പാൻ്റെതും സർവീസസ് ആൻഡ് മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. ഇന്ത്യയുടെ വരുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ HSBC കമ്പോസിറ്റ് PMI വരുന്നുണ്ട്. ഫ്രാൻസിൻ്റെത് വരുന്നുണ്ട്, സർവീസസ് ആൻഡ് മാനുഫാക്ചറിങ് PMI. UK-യുടെ സർവീസസ് ആൻഡ് മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. യൂറോസോൺ കൺസ്യൂമർ കോൺഫിഡൻസ് USA-യിൽ അതേപോലെ PMI ആൻഡ് സർവീസസ് PMI ആൻഡ് മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. USA-യിലെ ന്യൂ ഹോം സെയിൽസ്. ഇത്രയും ഡാറ്റകളാണ് അല്ലെങ്കിൽ ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ന് റിലീസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് റിസൾട്ട് വരുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ടാറ്റ എലക്സൈ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, 361 വാം, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, DLM, നെൽക്കോ, അക്ഷിത കോട്ടൺ, ആർട്സൺ എഞ്ചിനീയറിംഗ്, മഹീന്ദ്ര EPC ഇറിഗേഷൻ, LKP സെക്യൂരിറ്റീസ്, അറോ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രീസ്, ജിന്ദാൽ ഹോട്ടൽസ്, നെറ്റ്ലിങ്ക് സൊല്യൂഷൻസ്, IIRM ഹോൾഡിംഗ്സ് ഇന്ത്യ. ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. ഇതിൽ ICICI പ്രൊഡൻഷ്യൽ, ടാറ്റ കൺസ്യൂമർ, ടാറ്റ എലക്സൈ, M&M ഫിനാൻഷ്യൽ, അങ്ങനെ കുറച്ച് കമ്പനികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. F&O ബാനിൽ ഉള്ള കമ്പനികൾ ബയോകോൺ, ഹിന്ദ് കോപ്പർ, ഐഡിയ PEL, സെയിൽ, സീൽ. ഈ ഐഡിയ PEL, സെയിൽ, സീൽ ഇത് കുറേ ദിവസമായിട്ടുള്ളതാണ്. സീൽ കുറേ, എനിക്ക് തോന്നുന്നു 2 ആഴ്ചയിൽ കൂടുതലായിട്ട് F&O ബാനിലാണുള്ളത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലെ ഈവനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,189 കോടിയുടെ ബൈങ്ങും 16,104 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,915 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,755 കോടിയുടെ ബൈങ്ങും 8,312 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,542 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 627 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 25,144 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 24,811 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. ദെൻ മൊത്തത്തിൽ 332 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏപ്രിൽ മാസത്തിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഓടിപ്പിടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 22,337 ഓപ്പണായിട്ട് 22,336 ക്ലോസ് ചെയ്തു, ഒരു 1/2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ. ദെൻ കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാലും 4 ദിവസത്തേക്കാളും മുകളിലാണ് ഇന്നലത്തെ ക്ലോസിങ്. സോ മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ഒരു ശ്രമമാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. കഴിഞ്ഞ 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ
നിഫ്റ്റിയിൽ ഒരു 3 പോയിന്റിൻ്റെ ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇന്നലത്തെ ഡാറ്റ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ വ്യത്യാസം കാണും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 5 ട്രേഡിംഗ് ഡേയ്സിലെ ഡാറ്റയാണ് ഇതെടുക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതായത് 5 ദിവസം, 6ാമത്തെ ദിവസം ശരിക്കും കഴിഞ്ഞ 6 ദിവസത്തത് എടുത്തിട്ട് ആ ഡാറ്റ കാണിക്കേണ്ടതിന് പകരം ഇന്നത്തത് അടക്കം 5 ദിവസത്തെ കാണിക്കുമ്പോൾ ശരിക്കും 3 പോയിന്റിൻ്റെ കുറവേ ഉള്ളൂ. ഇനി ഇന്നത്തെ റിസൾട്ട് വരുമ്പോൾ വൈകുന്നേരം ഈ ഡാറ്റ വീണ്ടും മാറും. ഇനി ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 119 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്നലെ എന്താ പറയുക, നോർമൽ CPR ആയിരുന്നു, അതേപോലെ വിർജിൻ ആയിരുന്നു, അതായത് പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല. ഇന്ന് നോർമൽ CPR ആണ് നിഫ്റ്റിയിൽ വരുന്നത്. സോ പക്ഷേ വിർജിൻ CPR 1-2 ദിവസം മാത്രമേ വിർജിൻ CPR ഉണ്ടാവുള്ളൂ. 3ാമത്തെ ദിവസം നോർമലി ആ പ്രൈസ് ആക്ഷൻ വന്നിട്ട് CPRനെ ക്രോസ് ചെയ്യും. അത് മുകളിലുണ്ടെങ്കിൽ താഴോട്ട് വരും, താഴെ ഉണ്ടെങ്കിൽ മുകളിലോട്ട് പോകും. അത് നിർബന്ധമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 12.7 അപ്പോൾ ഇന്നലെ 5.65% കുറയാണ് ചെയ്തത്, മാർക്കറ്റ് റിക്കവറി ഉണ്ടായതുകൊണ്ട്. ഇനി പുട്ട് കോൾ റേഷ്യോ 1.07 നിഫ്റ്റിയുടേത് വന്നിരിക്കുന്നത്. 22,500-ൽ 81 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 22,000-ൽ 1,14,00,000 പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നാണ് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അനുമാനം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 220 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 82 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 17 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. അതേപോലെ മിഡ് ക്യാപ്പ് 66 പോയിന്റ് നഷ്ടത്തിൽ ഇന്നലെ ക്ലോസ് ചെയ്തു. ഇത്രയൊക്കെയാണ് ഈ കഴിഞ്ഞ മാർക്കറ്റിനെ കുറിച്ചുള്ളത്. ഇത് ഞാനിപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് ഈ മാസത്തെ ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി എങ്ങനെ പ്ലാൻ ചെയ്യണം, എക്സ്പയറി ഡേ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മാസത്തെ മന്ത്ലി ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി വന്നിരിക്കുന്നത് 21,423 എന്ന നമ്മുടെ ലെവലിൽ വന്നിട്ട് ഇന്നലെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ അവിടുന്ന് താഴോട്ടിറങ്ങി അതിൻ്റെ 21,198 എന്ന നമ്മുടെ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചതുപോലെ കയറി വന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഒരു അപ്പ് മൂവ്മെൻറ്റിലുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. സോ ഇവിടുന്ന് ശരിക്കും ഇന്നത്തത് ഈ എലക്ഷൻ കഴിയുന്നത് വരെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാർക്കറ്റ് പോകും. അപ്പോൾ അത് മനസ്സിലുണ്ടാവണം. പക്ഷേ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടും എന്നാണ്. അതുപോലെ 21,493 ഈ മാസം ഫിൻ നിഫ്റ്റി അച്ചീവ് ചെയ്യാനുണ്ടായിരുന്ന ഒരു ടാർഗറ്റ്. സോ നോക്കാം. നിഫ്റ്റിയിൽ ഇന്നലെ ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തത്. നിഫ്റ്റിയിൽ ഡോജി ക്രിയേറ്റ് ചെയ്തതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അത് കയ്യാലപ്പുറത്ത് കയറിയെന്നേ ഉള്ളൂ. ഇനി ഏത് വശത്തോട്ടും പോകാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ, താഴോട്ടും പോകാം, മുകളിലോട്ട് പോകാം. ഡോജി വന്നാൽ നോർമലി അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കണ്ടിട്ട് അതൊരു ട്രാപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇന്നലത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കണ്ടില്ലേ, ഒരു ഡോജിയാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഡോജിയിൽ മാർക്കറ്റ് ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോവാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോവാം. സോ 2 സാധ്യതകളുണ്ട്. ഈ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു കയ്യാലപ്പുറത്ത് നിൽക്കുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് കെയർഫുൾ ആവുന്നത് ഇന്നത്തെ ഫിൻ നിഫ്റ്റിയുടെ നിഫ്റ്റി ഫിൻ സർവീസസിൻ്റെ കാര്യത്തിലും നമ്മളൊന്ന് കെയർഫുൾ ആവുന്നത് നല്ലതായിരിക്കും. കാരണം നിഫ്റ്റിയിൽ ഡോജിയാണ്. സോ ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ടും പോകാം, അപ്വേർഡ്സും പോകാം, ഡൗൺവേർഡ്സും പോകാം. ഇനി ഡെയിലി ടൈം അല്ലെങ്കിൽ ഇന്നത്തേക്കുള്ള ഒരു റാസ് ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെ ആയിരിക്കും. അത് ഓൾമോസ്റ്റ് സെയിം ലെവൽ തന്നെ ആയിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നു. ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹോ. പ്രോബബ്ലി ഒരു അപ്വേർഡ്സ് മൂവ്മെൻറ്റ് കൂടുതൽ തരും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി റാസ് ലെവൽസും നോട്ട്റേറ്റ് സോൺ CPR നോട്ട്റേറ്റ് സോൺ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നോട്ട്റേറ്റ് സോണിൻ്റെ താഴെയാണ് CPR വന്നിട്ടുള്ളത്. സോ ക്ലിയർലി ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് 2 സിഗ്നൽസ് നമുക്ക് ഒരു ഡൈവേർഷൻ അല്ലെങ്കിൽ ഡൈവേർജൻസ് അതിനകത്ത് പറയുന്നുണ്ട്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ഇങ്ങനെ ഒരു റേഞ്ചിനകത്ത് കുറേ നേരം കളിച്ചിട്ട് വെറുപ്പിച്ച് ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് അടുപ്പിച്ചങ്ങ് തീർക്കും. അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ റേഞ്ച്, അതായത് ഇതേപോലെ വലിയൊരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഇൻട്രാഡേ ട്രേഡേഴ്സിന് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടാവില്ല. ഇനി ഇവിടെ മറ്റുള്ള വാല്യൂസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 21,472 വരെ വരും എന്നാണ് പറയുന്നത്. അതായത് തൊട്ട് മുകളിൽ R2 ഉണ്ട്, നമ്മുടെ റാസ് ലെവൽസിൽ R2 ഉണ്ട്. അതായത് 21,512, 21,500 എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പൊസിഷനാണ്.
മാക്സിമം ലെവൽ 21,600 വരെ പോകും എന്നാണ് റാസൽ വെൽസ് പറയുന്നത് ഇൻ കേസ് പോയാൽ. പക്ഷെ 500 കട്ട് ചെയ്യുക എന്നുള്ളത് 512 നിന്ന് ഒരു റിജക്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് ഇവിടെ വന്ന് ഓപ്പൺ ആയിട്ട് 512ൻ്റെയും 472ൻ്റെയും ഇടയിൽ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വൺസ് അത് എന്താ പറയുക അപ്വേർഡ്സ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 600 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല താഴോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോ ട്രേഡ് സോൺ പ്രതീക്ഷിച്ചിട്ട് കാത്തിരിക്കണം. ഇവിടെ നിന്നായിരിക്കും ഫർദർ നമുക്ക് പ്രോപ്പർലി ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഈ നോ ട്രേഡ് സോൺ, അതായത് ലോവർ CPR 21,300 അതേപോലെ ബ്രേക്ക് ഔട്ട് ലൈൻ എന്ന് പറയുന്നത് 350, 347 അപ്പോൾ 50 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പിലുള്ള ഒരു റേഞ്ച് നിങ്ങൾ ഒഴിവാക്കി വിട്ടിട്ട് കാത്തിരിക്കുക. ഇതിൻ്റെ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഇവിടെ CPRൻ്റെ താഴെ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫർദർ ട്രേഡ് എടുക്കാം. താഴോട്ടുള്ള ലെവലിൽ 21,180 വരെയും മാർക്കറ്റ് ഇറക്കും. അതായത് 200ൻ്റെ ലെവലിലേക്ക് വന്ന് നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് 181 എന്നൊക്കെ പറയുമ്പോൾ ഒരു വിക്ക് ജസ്റ്റ് അവിടെ ടച്ച് ചെയ്ത് റിജക്ഷൻ 200ലേക്ക് തന്നെ കയറി വരുന്ന ഒരവസ്ഥയായിരിക്കും. സോ ഇനി അതല്ല മാർക്കറ്റ് അപ്വേർഡ്സ് പോകുന്നുണ്ട്, ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ അപ്വേർഡ്സ് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് 21,512 ഒരു ഹൈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് അവിടെ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ രണ്ട് സാധ്യതകളാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉള്ളത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ വലിയ സംഭവങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടാനില്ല. അതേപോലെ ഗ്യാപ്പ് ഡൗൺ ഇൻ കേസ് ഒരു റെയർ കേസിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെങ്കിലും നമുക്കൊന്നും കിട്ടാനില്ല. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലായിരിക്കും നമുക്കൊരു അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടുക. പിന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇത് ന്യൂസ് ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇവിടെ ഇലക്ഷനും മറ്റ് യുദ്ധത്തിൻ്റെയൊക്കെ ഒരുപാട് വാർത്തകളുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ പെട്ടെന്ന് തന്നെ പിടിച്ചുലക്കും. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വയ്ക്കണം. അതേപോലെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നവരും അധികം പേർക്ക് അബദ്ധം പറ്റുന്നത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ ട്രിഗർ പ്രൈസും തമ്മിലുള്ള ഗ്യാപ്പ് 10 പൈസ 25 പൈസയൊക്കെയാണ് അധികം ആൾക്കാർ വയ്ക്കുന്നത്. അങ്ങനെ വയ്ക്കരുത്. നിങ്ങൾ അവിടെ കൃത്യമായ ഒരു 3 രൂപയോ 4 രൂപയോ ഗ്യാപ്പിൽ വയ്ക്കുക. പോയാലും നിങ്ങൾക്ക് ആ 4 രൂപ അധികം പോകും എന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിച്ചിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചെറിയ 50 രൂപയും 10 രൂപയൊക്കെ പ്രീമിയം ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറയുന്നത് 100 രൂപയിൽ കൂടുതൽ അല്ലെങ്കിൽ 200 രൂപയിലൊക്കെ കൂടുതലുള്ള ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതിന് സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെ ഗ്യാപ്പിൽ കുറച്ചൊരു 4 രൂപയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് വയ്ക്കുക. അത് ഒരു എക്സ്ട്രാ റിസ്ക് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. പക്ഷേ കുറേയും കൂടെ സേഫാണ്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ജമ്പിങ്ങിൻ്റെ ഒരു പ്രശ്നം വരും. പ്രത്യേകിച്ച് സെൻസെക്സിലൊക്കെ ഒരുപാട് അത് കാണാറുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം. സോ ലിക്വിഡിറ്റിയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് കേട്ടോ. മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ട് പോകുമ്പോൾ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഒരു പരിധിവരെ നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയാം. ലിക്വിഡിറ്റി കുറവാണെങ്കിൽ പ്രൈസിൽ 10 രൂപയിൽ നിന്ന് നേരെ അത് പോകും 20 രൂപയിലേക്കായിരിക്കും. പിന്നെ അത് 30ലേക്കായിരിക്കും പോകുക. അങ്ങനെയാണ് പോകുക. നോർമലി നല്ല ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ 10, 11, 12, 13 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 10 നിന്ന് 20ലേക്ക് പോയാൽ അതിൻ്റെ ഇടയിൽ 15 രൂപയിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിക്കില്ല. കാരണം 15 രൂപയിലൊന്നും സ്റ്റോപ്പില്ല. അപ്പോൾ നേരെ 20 രൂപയിൽ അല്ലെങ്കിൽ 20 രൂപയിൽ നേരെ 10 രൂപയിലേക്കാണ് ചാടുന്നതെങ്കിൽ 15 രൂപയിലുള്ള സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. അപ്പോൾ ലിക്വിഡിറ്റി കുറവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ട്രിഗർ പ്രൈസും തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് വയ്ക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. വീണ്ടും ഞാൻ തുടങ്ങിയ മെസ്സേജിലേക്ക് തന്നെ വരികയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ ലക്ഷ്യബോധത്തോടു കൂടി കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുക തന്നെ ചെയ്യും. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.